കേരള രാഷ്ട്രീയത്തിൽ തുടർഭരണം എന്ന വാക്ക് 2021 ശേഷം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നാൽ ഈ ഭരണ തുടർച്ച ഒരു പ്രസ്ഥാനത്തെ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പ്രശസ്ത കവിയും ചിന്തകനുമായ കെ സച്ചിദാനന്ദൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ച ആശയങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിമർശനമല്ല, മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ്. അധികാരവും ദുർമേധസ്സും തുടർച്ചയായി 2 തവണ അധികാരത്തിലേറുമ്പോൾ തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വാഭാവികമായും ധാർഷ്ട്യം വർദ്ധിക്കുമെന്ന് സച്ചിദാനന്ദൻ നിരീക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഉപാധിയാണെന്ന ബോധം നഷ്ടപ്പെടുകയും അധികാരം തങ്ങളുടെ അവകാശമാണെന്ന ചിന്ത നേതാക്കളിലും അണികളിലും ഉടലെടുക്കുകയും ചെയ്യുന്നു. 3ാം തവണയും അധികാരം ലഭിച്ചാൽ അത് പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അധികാരം ഒരു കേന്ദ്രത്തിൽ മാത്രം ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ ജനാധിപത്യ ചർച്ചകൾക്ക് പകരം ഏകാധിപത്യ സ്വഭാവമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. പാർട്ടി ജനങ്ങളിൽ നിന്നും അകലുകയും പാർട്ടിക്കുള്ളിലെ വിമർശനാത്മകമായ സ്വരങ്ങൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നു. ഇത് ആത്യന്തികമായി ആ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്കാണ് വഴിമരുന്നിടുന്നത്. സച്ചിദാനന്ദൻ തന്റെ വാദങ്ങൾക്ക് അടിവരയിടാൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമ ബംഗാളിലെ CPM-ന്റെ അനുഭവമാണ്. 34 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഏവർക്കും അറിവുള്ളതാണ്. ദീർഘകാലം അധികാരത്തിലിരുന്നപ്പോൾ ബംഗാളിലെ പാർട്ടി ഘടകങ്ങളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കടന്നുകൂടി. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് പകരം അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങളിലായിരുന്നു അവരുടെ ശ്രദ്ധ. അധികാരത്തിന്റെ സ്വാർത്ഥതയിൽ സാധാരണ ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത ഒടുവിൽ പാർട്ടിയെ കൈവിട്ടു. ബംഗാളിൽ സംഭവിച്ച അതേ അപജയം കേരളത്തിലും ആവർത്തിക്കാതിരിക്കാൻ സഖാക്കൾ പ്രാർത്ഥിക്കണമെന്നാണ് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടത്. 3ാം തവണയും പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ സഖാക്കൾ പ്രാർത്ഥിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെ തടയാനുള്ള ആഹ്വാനമായി വേണം കരുതാൻ. മാറി മാറിയുള്ള ഭരണത്തിന്റെ പ്രസക്തി ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഭരണം മാറി മാറി വരുന്നതാണ് നല്ലതെന്ന് സച്ചിദാനന്ദന്റെ പ്രധാന വാദം. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് തങ്ങൾ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ഭയമുണ്ടാകും. ഇതവരെ കൂടുതൽ ജാഗരൂകരാക്കും. എന്നാൽ തുടർഭരണം ഈ ജാഗ്രതയെ ഇല്ലാതാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളാനും ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുമുള്ള പ്രവണത ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഇടത് നയങ്ങളിലെ വൈരുദ്ധ്യം കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര നയങ്ങളോടും പോലീസിന്റെ പ്രവർത്തനങ്ങളോടും സച്ചിദാനന്ദൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ UAPA പോലുള്ള കരിനിയമങ്ങൾ ചുമത്തപ്പെടുന്നത് ലജ്ജാകരമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെയും ഗ്രോ വാസുവിനെ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ എടുക്കുന്ന നടപടികളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. പോലീസിലെ RSS അനുകൂലികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന CPM നേതൃത്വത്തിന്റെ പതിവ് പല്ലവി അദ്ദേഹം മുഖവിലക്കെടുക്കുന്നുമില്ല. ആര് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്തം ഭരിക്കുന്ന സർക്കാരിനാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കാരിന്റെ മൂക്കിന് താഴെ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. സച്ചിദാനന്ദന്റെ പ്രസ്താവന വന്നതോടെ പ്രതിരോധവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. ബംഗാളിലെ സാഹചര്യം കേരളത്തിൽ ഇല്ലെന്നും കേരളത്തിലെ ജനങ്ങൾ ഭരണത്തിൽ സംതൃപ്തരാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ പാർട്ടിക്കുള്ളിലെ തന്നെ പലർക്കും സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിപ്പില്ലെന്നതാണ് വാസ്തവം. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും അധികാരത്തിന്റെ കേന്ദ്രീകരണം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അനുഭവിക്കുന്നുമുണ്ട്. 2021-ൽ MN കാരശ്ശേരി സമാനമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ച സൈബർ പോരാളികൾ ഇപ്പോൾ സച്ചിദാനന്ദന് നേരെ മൗനം പാലിക്കുകയാണ്. കാരണം അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതികളുടെ അക്കാദമിക് മുഖമാണ്. അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണമുണ്ടാക്കും. അധികാരം ആരെയും ദുഷിപ്പിക്കുമെന്ന ആപ്തവാക്യം CPM-നും ബാധകമാണെന്നാണ് സച്ചിദാനന്ദന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പാർട്ടി അതിന്റെ ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ച് വെറും അധികാര കേന്ദ്രമായി മാറുമ്പോൾ അത് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടും. കേരളത്തിലെ CPM ഇപ്പോൾ നിൽക്കുന്നത് അത്തരമൊരു നിർണായക ഘട്ടത്തിലാണ്. തുടർഭരണം നൽകിയ അമിത ആത്മവിശ്വാസത്തിലേക്കും അതുവഴി നാശത്തിലേക്കും വഴിമാറുന്നുണ്ടോ എന്ന് പാർട്ടി സ്വയം പരിശോധിക്കേണ്ട സമയമാണിത്. സച്ചിദാനന്ദൻ ഉയർത്തിയ ചോദ്യങ്ങൾ CPM-ന്റെ സൈദ്ധാന്തിക ചർച്ചകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഭരണ തുടർച്ച എന്നത് ജനക്ഷേമത്തിനും അവസരം ഒരുക്കുന്നതിന് പകരം പാർട്ടിയുടെ അഹന്ത വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബംഗാളിലെ ചരിത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടാം എന്ന മുന്നറിയിപ്പ് അന്വർത്ഥമാകും.